അപ്പൊ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. അമ്പലപ്പുഴ അമ്പലത്തിന്റെ ഫ്രണ്ടില് നമ്മൾ നിൽക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്നും നമ്മൾ ഒരു പ്രൈവറ്റ് ബസിന്റെ തുടക്കമാണ്, പ്രൈവറ്റ് ബസിന്റെ യാത്രയുടെ തുടക്കമാണ്. മുഹമ്മയിലേക്കാണ് ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മുഹമ്മക്കാർക്കും അമ്പലപ്പുഴക്കാർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ബസ് റൂട്ട് ഇവിടെ നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ യാത്രക്കാരെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് മുഹമ്മയിലേക്ക് പോകാനായിട്ട്. തീരദേശ ഹൈവേ വഴി കടലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട്, തീരദേശത്തിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു യാത്ര മനോഹരമാക്കാം. അപ്പോൾ വിശേഷങ്ങളുമായിട്ട് ലൈഫ് മീഡിയയില് ഞാനും ക്യാമറമാൻ നമ്മുടെ ശ്രീജിത്തുമുണ്ട്. അപ്പോൾ ഒരു നാടും മറ്റൊരു നാടുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗതാഗത മേഖലയാണ് ബസ് സർവീസുകൾ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴും ബസ് സർവീസുകൾ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് മുഹമ്മ തീരദേശ മേഖലയിലൂടെ, ആലപ്പുഴ തീരദേശ മേഖലയിലൂടെ ഒരു പ്രൈവറ്റ് ബസ് പലപ്പോഴും കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കുകയാണ് മുഹമ്മ തൊട്ട് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങൾ വഴി, മുഹമ്മയുടെ തീരപ്രദേശങ്ങൾ വഴി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഒരു ബസ് സർവീസ് എന്ന് പറയുന്നത്. ഇതാ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പൊ കോവൂക്കാരൻ റോഡ്വേസിന്റെ പുതിയ ബസ്സാണ് ഇപ്പോൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമാണ് നാട്ടുകാർക്ക് മുഴുവനും. 15 വർഷത്തോളം കാലമായി ഈ ഒരു മേഖലയിലൂടെ ബസ് പോയിട്ട്, അതായത് ആലപ്പുഴയുടെ തീരദേശ മേഖലയിലും മുഹമ്മയുടെ ആ ഒരു മേഖലയിലുമൊക്കെ ബസ് പോയിട്ട് 15 വർഷത്തോളം കാലമായി എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. CCT ആയിരുന്നു ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ബസ്സും ഇല്ലാതെ പലപ്പോഴും ഈ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ അതിനൊരു പരിഹാരമായിരിക്കുകയാണ്. ആളുകളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. ലഡുവും മിഠായിയൊക്കെ എല്ലാവർക്കും കൊടുക്കുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യുന്നു. കാരണം അവർക്ക് നീണ്ട നാളുകൾ കൊണ്ടുള്ള ഒരു യാത്രാ ക്ലേശത്തിന് പരിഹാരമായിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് നമ്മളും. അപ്പൊ ഇതുപോലെ ബസ് സർവീസുകൾ വേണ്ട വിധത്തിൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന വിധത്തിൽ ബസ് റൂട്ടുകളിൽ ഇറക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ശരിക്കും ചെയ്യേണ്ടത്, അല്ലെ? അതിനുള്ള പെർമിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മംഗലാപുരം, പാപ്പാളി, ആലഞ്ചേരി, അമ്പലമുക്ക് തുടങ്ങിയ ഉൾപ്രദേശങ്ങളിലെ ജനങ്ങൾക്കും അതുപോലെ അമ്പലപ്പുഴയിലെ തീരദേശ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കും ഒരുപാട് നാളുകൾ കൊണ്ടുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഈ ബസ് ഇവിടെ സഞ്ചരിക്കട്ടെ. മുഹമ്മയിൽ നിന്നും കാരുണ്യ ഹോസ്പിറ്റൽ മംഗലാപുരം, പനയിൽ അമ്പലമുക്ക്, പാർത്തൻകവല, ഐക്യഭാരതം, പൂന്തോപ്പ്, ചാത്തനാട്, ആലപ്പുഴ ബസ് സ്റ്റാൻഡ്, ജനറൽ ഹോസ്പിറ്റൽ, കളക്ട്രേറ്റ്, കടപ്പുറം റെയിൽവേ സ്റ്റേഷൻ, ESI ആശുപത്രി, വട്ടയാല, കുതിരപ്പന്തി, സാഗര ഹോസ്പിറ്റൽ, പറവൂർ, IMS, വിയാനിപ്പള്ളി, പുന്നപ്ര ഹാർബർ, പൂമീൻപുഴി, വണ്ടാനം ആശുപത്രി, വളഞ്ഞവിഴി ബീച്ച്, വ്യാസ ജംഗ്ഷൻ, കച്ചേരിമുക്ക് വഴി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ ഒരു ബസിന്റെ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി തീരദേശ മേഖലയിലുള്ളവർക്കും പടിഞ്ഞാറ് മേഖലയിലുള്ളവർക്കും ഒരു ആശ്വാസം തന്നെയാണ് ഈ ഒരു ബസ്.